സംസ്ഥാനത്ത് എൻഡിഎയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് 2020 വേണ്ടി ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന ആതിര ഡി നായർ. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മുൻ അധ്യാപികയുമൊക്കെയാണ്. ഇത്തവണ ഏറ്റുമാനൂരിലേക്ക് മത്സരത്തിനിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഒരു കാഴ്ചപ്പാട്? ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ടൈറ്റിൽ റീൽസ് താരം എന്നായിരുന്നു. അത് ആക്ച്വലി മാറ്റേണ്ട സമയമായി. പറഞ്ഞ പോലെ തന്നെ ഞാൻ അധ്യാപികയായിരുന്നു. ഇപ്പോൾ എൻ്റെ വ്യവസായപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൽക്കാലം അധ്യാപനത്തിൽ നിന്നൊന്ന് പിന്മാറി നിൽക്കുന്നതാണ്. ഏറ്റുമാനൂരെ പറ്റി പറയുമ്പോൾ ഞാൻ ഏറ്റുമാനൂരുകാരിയാണ്. 25 വർഷമായിട്ട് ഏറ്റുമാനൂർ കാണുന്ന ആളാണ്. ഏറ്റുമാനൂർക്കാർക്ക് എന്നെ അറിയാം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു മിനി കിഴക്കമ്പലം അല്ലെങ്കിൽ മറ്റൊരു കിഴക്കമ്പലം ഏറ്റുമാനൂർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന്. പൊതുവേ ഇപ്പം ഞാൻ കലാകാരിയാണെന്നുള്ള കാര്യം അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് അത്ര അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല. എനിക്ക് ആളുകളെ കണ്ടാൽ സംസാരിക്കാൻ ഇഷ്ടമാണ്, അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സഭാകമ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. പിന്നെ രാഷ്ട്രീയത്തിലോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു രാഷ്ട്രീയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇപ്പം എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്ന് നിൽക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നിലവിലെ മന്ത്രി വാസവൻ സാറും അതുപോലെ UDFൻ്റെ നാട്ടകം സുരേഷ് സാറും ഒക്കെയാണ്. അപ്പോൾ അത്രയും അവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പശ്ചാത്തലം എനിക്കില്ല. പക്ഷേ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ജന്മനാ നമുക്ക് കിട്ടുന്ന ഒന്നല്ല. നമ്മൾ അറിഞ്ഞും കണ്ടും കേട്ടും പഠിച്ചും കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു മനസ്സുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എനിക്ക് ആ മനസ്സുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും. അവരുടെ വിഷമം എന്താണ്, അവർക്കുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് കൊടുക്കാൻ എനിക്ക് തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ ഏറ്റുമാനൂരുകാരി തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാമായിരിക്കും. നാടിനെ പറ്റി ഒരു കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഏറ്റുമാനൂരിൽ എന്താണ് ഇല്ലാത്തത്, ഇനി എന്താണ് ഉണ്ടാവേണ്ടത്? അങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെറുതെ വാഗ്ദാനം. അതായത് നമ്മൾ ഒരു എന്താ പറയുക, കവലപ്രസംഗം നടത്തുന്ന പോലെ ആയിപ്പോവും. അങ്ങനെയല്ലാതെ ഞാൻ ചിന്തിക്കുന്നത് കുറച്ചുകൂടെ ഏറ്റുമാനൂരിൽ നല്ല പോലെ പഠിക്കണം. നമ്മൾ എന്തൊരു കാര്യം പഠിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് അവിടെ ഈ പറഞ്ഞ പോലെ ഏറ്റുമാനൂർക്കാർക്ക് എന്താണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നു, അതവർ ഏറ്റുവാങ്ങുന്നു. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം എന്ത് വേണം, അവർക്ക് എന്താ വേണ്ടത് നമ്മൾ അറിയണം. അപ്പോൾ അതിനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. അതായത് എന്താണ് ഏറ്റുമാനൂരുകാർക്ക് വേണ്ടത് എന്നുള്ളത് തിരിച്ചറിയണം. അത് ഞാൻ പഠിക്കും. അതിന് വേണ്ട എന്താണോ സൊല്യൂഷൻ അത് ഞാൻ കൊടുക്കും. ഈ സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല ധാരണയുള്ള ആളുണ്ട്. അതുകൊണ്ട് പ്രചരണമൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി തന്നെ ആയിരിക്കുമോ കൂടുതലായി നടക്കുക, അതോ നേരിട്ട് ഇറങ്ങിയുള്ള പ്രവർത്തനമാണോ? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ മുമ്പും ഏറ്റുമാനൂർ എന്താ പറയുക, ഏറ്റുമാനൂരുകാരി ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഏറ്റുമാനൂരുള്ള ആളാണ്. അതിപ്പോൾ അമ്പലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പൊതുപരിപാടികളായിക്കോട്ടെ ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു വേറൊരു ഭാഗം. അത് ഓഫ് കോഴ്സ് നമുക്ക് വേണം. കാരണം ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും ഈവൻ എന്നെ നേരിട്ട് അറിയാത്ത ആൾക്കാർ പോലും സോഷ്യൽ മീഡിയ വഴിയായിരിക്കും അറിയാം. അത് ഓഫ് കോഴ്സ് വേണം. പക്ഷേ അതിലുപരി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നേരിട്ടുള്ള, കാരണം ഇത്രയും നാൾ ഞാൻ അങ്ങനെയായിരുന്നു, എല്ലാവരോടും നേരിട്ട് കൂടുതൽ എന്താ പറയുക ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും, നേരിട്ട് കണ്ടറിഞ്ഞ് ആളുകളുടെ ഇത്. പിന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും ഉറപ്പായിട്ടും. ഇവിടെയൊക്കെ കുറേ പരിപാടികളൊക്കെ അവതരിപ്പിച്ച്, പാട്ടുകൾ കേട്ട് ബന്ധപ്പെട്ട് പരിപാടികളൊക്കെ അവതരിപ്പിച്ച് കുറേ ആളുകൾക്ക് പരിചയമുണ്ട്. കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷേ കുറേ അധികം ആളുകൾക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രചരണ പരിപാടികളിൽ പാട്ടൊക്കെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. പാട്ട്, നൃത്തം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈശ്വരനായിട്ട് നമുക്ക് തരുന്ന ജന്മവാസനകളാണ്. അതും എന്താ പറയുക, രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം കൊണ്ടുപോകുക എന്നുള്ളതിലാണ് കാര്യം. നമ്മളൊരു പുതിയ കാര്യം കിട്ടുമ്പോൾ അതുവരെ ഉള്ളതിനെ തള്ളിക്കളയുക എന്നുള്ളതല്ലല്ലോ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക. പുതിയ കാര്യത്തിനെ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് അതുവരെ ഉണ്ടായിരുന്നതിനും കൊടുക്കും. അപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകും. ഇനിയിപ്പോൾ നോമിനേഷൻ്റെ ഒക്കെ ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്, 23 വരെയാണുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ്, ഏത് ദിവസത്തേക്ക് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ 23-ന് കൊടുക്കാം എന്നുള്ളത്, കാരണം ഇന്നിപ്പം പബ്ലിക് ഹോളിഡേ ആണ്. പിന്നെ സാറ്റർഡേ സൺഡേ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മൺഡേ കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ആതിര ഇവിടെ ഒരു പുതുമുഖമല്ല, ഏറ്റുമാനൂരുകാരി തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ആദ്യം ഇപ്പോൾ കടന്നു വരികയാണ്. ഏതായാലും ആളുകളുമായി നേരിട്ട് സംവദിച്ച് അവർക്ക് എന്താണ് ഏറ്റുമാനൂരിനെ പറ്റി ആളുകളുടെ കാഴ്ചപ്പാട്, അവരെന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ആതിര പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.